അപ്പം നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്മോൾ സാമ്പിൾ ടെസ്റ്റ്. ഓക്കെ, സ്മോൾ സാമ്പിൾ ടെസ്റ്റ്. സ്മോൾ സാമ്പിൾ ടെസ്റ്റിൽ എപ്പോഴും നമ്മൾ ഡേറ്റ അല്ലെങ്കിൽ ഈ ടെസ്റ്റിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് n<30 ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക ഫസ്റ്റ്. ദെൻ സ്മോൾ സാമ്പിൾ ടെസ്റ്റിൽ ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ആ ടെസ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ സ്മോൾ സാമ്പിൾ ടെസ്റ്റിനകത്ത് പല ടെസ്റ്റുകൾ വരുന്നുണ്ട്. പോപ്പുലേഷൻ മീനിന് നമ്മൾ ലാർജ് സാമ്പിളിൽ പഠിച്ച പോലെ പോപ്പുലേഷൻ മീനിൻ്റെ ടെസ്റ്റിങ്ങുകളുണ്ട്, മീനിന് കറസ്പോണ്ടിങ് ഉള്ളത്, വേരിയൻസിന് കറസ്പോണ്ടിങ് ഉള്ളത്, അങ്ങനെ കുറച്ച് പല കാറ്റഗറീസ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് ഓഫ് പോപ്പുലേഷൻ മീൻ. പോപ്പുലേഷൻ മീനിനെ നമ്മൾ ഡിനോട്ട് ചെയ്തുകൊണ്ടിരുന്നത് മ്യൂ വെച്ചിട്ടായിരുന്നു. അപ്പോൾ മ്യൂവിൻ്റെ വാല്യൂ ആവറേജ് മീൻ പോപ്പുലേഷന് കറസ്പോണ്ടിങ് ഉള്ള മീൻ റിലേറ്റഡ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ ടെസ്റ്റിംഗ് ആണ്. ഇനി പോപ്പുലേഷൻ വേരിയൻസോ വല്ലതും വരുവാണെങ്കിൽ വേറെ ടെസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ മീനിന് കറസ്പോണ്ടിങ് ഉള്ള ടെസ്റ്റിംഗ് ആണ് ആദ്യം നോക്കുക. നമുക്കറിയാം H0 എന്ന് പറയുന്നത് H0 എപ്പോഴും നമ്മൾ എഴുതുന്നത് മ്യൂ ഈക്വൽ ടു μ0. ഓക്കെ, പോപ്പുലേഷൻ മീനിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഫുൾ സ്റ്റഡീസ് പോകുന്നത്. H1 എന്ന് പറയുന്നത് എന്തായിരിക്കും? മ്യൂ ലെസ് ദാൻ μ0 ആകാം, മ്യൂ ഗ്രേറ്റർ ദാൻ μ0 ആകാം, ഓർ മ്യൂ നോട്ട് ഈക്വൽ ടു μ0 ആകാം. ഇതേത് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് വേണമെങ്കിലും ആകാം. ഓക്കെ, ഡിപ്പെൻഡ് ഓൺ സിറ്റുവേഷൻ. സ്റ്റഡീസിൽ എന്താണോ പറഞ്ഞേക്കുന്നത് അതനുസരിച്ച് നമ്മൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുക. ഇനി ഇതിനും സബ് കേസസ് വരുന്നുണ്ട്. അതായത് H0 മ്യൂ ഈക്വൽ ടു μ0 ചെയ്യാണ്. സപ്പോസ് നമ്മുടെ സിഗ്മ അൺനോൺ ആണെങ്കിൽ ഫസ്റ്റ് വേർഡ് സിഗ്മ നോൺ എഴുതാം, അതിനുശേഷം സിഗ്മ അൺനോൺ എഴുതാം. സിഗ്മ നോൺ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് T ഈക്വൽ ടു x ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ റൂട്ട് n. ഇത് ഫോളോ ചെയ്യുന്നത് സിഗ്മ നോൺ ആണെങ്കിൽ ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 0 ആൻഡ് വേരിയൻസ് 1 and 0 1. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോൺ ആണെങ്കിലാണ് നമ്മൾ ഈക്വേഷൻ യൂസ് ചെയ്യുക. അടുത്ത കേസ് എന്തായിരിക്കും? സിഗ്മ അൺനോൺ. സെയിം ഇതായിരിക്കും വരിക. മീനും H0ഉം H1ഉം എല്ലാം സെയിം ആയിരിക്കും. പക്ഷെ നമുക്ക് ഒരു കണ്ടീഷനുള്ള സിഗ്മ അൺനോൺ ആണെങ്കിൽ if sigma is unknown, then we can use T equal to x bar minus mu divided by s by root n minus 1. അപ്പോൾ s by root n minus 1ഉം s സ്മോൾ ആണ്. സിഗ്മ അൺനോൺ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇത് ഫോളോ ചെയ്യുന്നത് T ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n minus 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ടേബിൾ T ടേബിൾ. സിഗ്മ നോൺ ആണെങ്കിൽ നോർമൽ ടേബിൾ, സിഗ്മ അൺനോൺ ആണെങ്കിൽ T ടേബിൾ എടുക്കണം. ഇതാണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ പോപ്പുലേഷൻ മീൻ ആണോ ക്വസ്റ്റ്യൻ തരുമ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് നോക്കേണ്ടത് പോപ്പുലേഷൻ മീൻ ആണോ അതോ ഇനി വേരിയൻസിന്റെ കേസൊക്കെ വരുന്നുണ്ട്. ഏത് കേസാണ് നമ്മൾ H0 എന്താണ് സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാം. എ സാമ്പിൾ ഓഫ് സൈസ് 8 from a normal population with standard deviation 3 is 6, 8, 11, 5, 9, 11, 10, 12. Examine whether the mean of the population is 7. Mean of the population is 7. അപ്പോൾ പോപ്പുലേഷൻ മീൻ 7 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. നമ്മുടെ H0 എന്തായിരിക്കും എഴുതണ്ടേ? മീൻ റിലേറ്റഡ് ആയിട്ട് പോപ്പുലേഷൻ മീൻ റിലേറ്റഡ് ആയിട്ട് H0 എന്തൊരു മ്യൂ ഈക്വൽ ടു 7. പോപ്പുലേഷൻ മീൻ 7 എന്നാണ് പറഞ്ഞേക്കുന്നത്. H1 അപ്പോൾ എന്തായിരിക്കും വരിക? മ്യൂ നോട്ട് ഈക്വൽ ടു 7 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. ഗ്രേറ്റർ ആണോ ലെസ് ആണോ എന്നും പറഞ്ഞിട്ടില്ല. ഗ്രേറ്റർ ആണോ ലെസ് ആണോ എന്ന് സ്പെസിഫൈ ചെയ്യാത്തതുകൊണ്ട് മ്യൂ നോട്ട് ഈക്വൽ ടു 7 ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സിഗ്മ ഉണ്ടല്ലോ, നമുക്ക് തന്നേക്കുന്ന സാമ്പിൾ ഓഫ് സൈസ് 8 ഫ്രം എ നോർമൽ പോപ്പുലേഷൻ with standard deviation 3.
അപ്പോൾ നമുക്ക് നമ്മുടെ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് നമുക്ക് തന്നേക്കുന്നത്. സാമ്പിൾ ഓഫ് സൈസ് 8, സാമ്പിൾ ഓഫ് സൈസ് 8 ഫ്രം പോപ്പുലേഷൻ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എസ് എന്ന് പറയുന്നത് എന്തെടുക്കാം? എസ് ഈക്വൽ ടു 3. എസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താ വരിക? 3 വന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇനി നമുക്ക് ഇത് ചെയ്യാം. ഇക്വേഷൻ ഏത് യൂസ് ചെയ്യാം? പോപ്പുലേഷൻ അല്ല, സാമ്പിളിൻ്റെ നോർമൽ പോപ്പുലേഷൻ 8 ഫ്രം എ നോർമൽ പോപ്പുലേഷൻ. ഓക്കെ, നോർമൽ പോപ്പുലേഷൻ വിത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 എന്നാണ്. ഓക്കെ, നോർമൽ പോപ്പുലേഷൻ എല്ലാം ടേക്ക് കെയർ ചെയ്തില്ലായിരുന്നു. അപ്പം നോർമൽ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് 3. അതാകുമ്പോൾ സിഗ്മയാണ് നമുക്ക് 3 വരുന്നത്. ഓക്കെ, സിഗ്മ 3 ആയി കഴിഞ്ഞാൽ നമുക്ക് സിഗ്മ ഗിവൺ ആണെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? സിഗ്മ 3 ആയി കഴിഞ്ഞാൽ നമ്മുടെ ടി ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ റൂട്ട് എൻ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാല്യൂ എന്ത് കിട്ടും? എക്സ് ബാർ നമുക്കുണ്ടോ? എക്സ് ബാർ ഇല്ലാത്തതുകൊണ്ട് ഇനി അത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. എക്സ് ബാർ എന്ന് പറയുന്നത് ഡേറ്റ തന്നിട്ടുണ്ട്, കുറച്ച് ഡേറ്റ അവൈലബിൾ ആണ്, അതുകൊണ്ട് ആ ഡേറ്റയിൽ നിന്ന് എക്സ് ബാർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. എക്സ് ബാർ മീൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? സമ്മേഷൻ എക്സ് ബൈ എൻ. ദാറ്റ് മീൻസ് സമ്മേഷൻ എക്സ് എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന വാല്യൂസിന്റെ സമ്മ് 6 പ്ലസ് 8 പ്ലസ് 11 പ്ലസ് 5 പ്ലസ് 9 പ്ലസ് again 11 plus 10 plus 12. Okay, ഇത് divided by number of terms. 8 terms ആണല്ലോ, 8. ഇത് ഓൾമോസ്റ്റ് എക്സ് ബാർ എന്ന് പറയുന്നത് നമുക്ക് 9 ആണ് വരിക. അപ്പോൾ എക്സ് ബാർ കിട്ടി, 9 കിട്ടി, സിഗ്മയുണ്ട് 3, പിന്നെ നമുക്ക് എന്താ എൻ ഉണ്ടല്ലോ, എക്സ് ബാർ 9, പിന്നെ എൻ എന്തായിരിക്കും? എൻ എന്ന് പറയുന്നത് 8. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ? ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തോരം? ദിസ് ഇസ് ഈക്വൽ ടു എക്സ് ബാർ 9 മൈനസ് 7, എക്സ് ബാർ മൈനസ് മ്യൂ എന്നാണല്ലോ നമ്മുടെ ഇക്വേഷൻ വരെ. ടി ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ റൂട്ട് എൻ. ദാറ്റ്സ് ഈക്വൽ ടു 9 മൈനസ് 7, സിഗ്മ എന്ന് പറയുന്നത് 3 ആയിരുന്നു, എൻ എന്ന് പറയുന്നത് 8 ആണ്, റൂട്ട് 8. നമുക്കപ്പോൾ എന്ത് വരും? 2/3/2 അല്ലേ വരുന്നത്? അല്ല സോറി, റൂട്ട് 8 എന്ന് പറയുമ്പം ഓക്കെ 3/√8. ഏകദേശം 2/3/√8 എന്ന് പറഞ്ഞാൽ 1.89 ആണ് വരിക. 1.89. ഓക്കെ, അപ്പോൾ 1.89 നമുക്ക് വാല്യൂ കിട്ടി. ഇത് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇനി നോർമൽ ടേബിൾ എടുക്കുന്നു. നോർമൽ ടേബിൾ എടുക്കുമ്പോൾ, കാരണം നമ്മൾ പറഞ്ഞായിരുന്നു സിഗ്മ നോൺ ആണെങ്കിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാം? നോർമൽ ടേബിൾ നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ഫോളോ ചെയ്യുന്ന സിഗ്മ നോൺ ആണെങ്കിൽ ദിസ് ഇസ് ഫോളോസ് എൻ ഓഫ് 0 1 ആണ് നമ്മൾ പറഞ്ഞാൽ ഫോളോ ചെയ്യുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ നോർമൽ ടേബിൾ യൂസ് ചെയ്യാം. ആൽഫ ഒന്നും ഗിവൺ അല്ലാത്തതുകൊണ്ട് ആൽഫ നമ്മൾ എന്ത് ചെയ്യുന്നു? 5% എടുക്കുന്നു. ആൽഫ ഈസ് 5%. അങ്ങനെയാണെങ്കിൽ നോട്ട് ഈക്വൽ ടു അല്ലെ നമ്മുടെ H1 വന്നേക്കുന്ന ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് മ്യൂ നോട്ട് ഈക്വൽ ടു 7 ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. നോട്ട് ഈക്വൽ ടു വരുമ്പോൾ 2 tail ടെസ്റ്റ് ആണല്ലോ വരിക. നമ്മൾ 2 ടൈലും ഈക്വൽ ആയിട്ട് കൊടുക്കുന്നു. 5% എന്ന് പറയുന്ന രണ്ടിടത്തും ഈക്വൽ ആയിട്ട് കൊടുക്കുമ്പോൾ എന്തൊരു 5%ന്റെ നേരെ ഹാഫ് 2.5%. ഇത് 2.5%, ഇത് 2.5%. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് വരുന്ന ഏരിയ എന്ന് പറയുന്നത് 47.5%. നമുക്കറിയാം ഇതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 50% ആണ്, ഓർ 0.5 ആണ്. അപ്പോൾ 5% ഈക്വൽ ആയിട്ട് കൊടുക്കുമ്പോൾ 2.5 ആയി. അങ്ങനെയാണെങ്കിൽ ഈ റിമൈനിങ് വരുന്ന അൺഷെയ്ഡഡ് ആയിട്ടുള്ള റീജിയൻ 47.5% ആയിരിക്കും വരിക. അതിൻ്റെ പെർസെൻറ്റേജിൽ നിന്ന് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തോരും? ഏരിയ എന്ന് പറയുന്നത് 0.475. ഈ 0.47 ഏരിയ വരണമെങ്കിൽ ഈ ബോർഡർ ഇത്രയും ഏരിയ കവർ ചെയ്യുന്ന ബോർഡർ ഏതാ നോക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ടേബിൾ എടുക്കാം, നോർമൽ ടേബിൾ എടുക്കാം. നോർമൽ ടേബിളിൽ ഇത് ടേബിൾ നമ്മുടെ നോർമൽ ടേബിളിൽ 0.475 എവിടെ വരുന്നത് നോക്കുക. അപ്പോൾ ഏകദേശം 0.475 എന്ന് പറയുമ്പോൾ ഈ റീജിയനിലാണ് വരിക. അപ്പോൾ ഇതിനെ
അത് രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ്, അതിൻ്റെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും സൈഡ് നോക്കുക. അത് രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്യുന്നത് 1.9ലും 0.06, 1.9ഉം 0.06 രണ്ടും കൂടെ എന്ത് വരും? 1.96. അപ്പം നമ്മുടെ ടേബിൾ വാല്യൂ എന്താണ് വരുന്നത്? 1.96. ആ ബോർഡർ എന്ന് പറയുന്നത് 1.96 ആണ് വരിക. ഓക്കെ, അപ്പം നമുക്ക് 1.96 നോക്കാം. 1.96 വാല്യൂ, ഈ ബോർഡർ എന്ന് പറയുന്നത് 1.96 ആണ് വരിക. നമുക്ക് കിട്ടിയിരിക്കുന്ന കാൽക്കുലേറ്റഡ് വാല്യൂ എന്താ? കാൽക്കുലേറ്റഡ് വാല്യൂ 1.89, 1.89ഉം 1.96. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ 1.89 എന്ന് പറയുന്നത് നമ്മുടെ അക്സെപ്റ്റൻസ് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കുമല്ലോ വരുന്നത്. 1.96നേക്കാൾ സ്മോളർ ആണല്ലോ. അപ്പം അത് വീഴുന്ന എവിടെയാണ്? അക്സെപ്റ്റൻസ് റീജിയനിലാണ്. അപ്പോൾ നമുക്ക് എഴുതാം ഫോർ ആൽഫ 5% ഫ്രം നോർമൽ ടേബിൾ, ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യും? ഈക്വൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെ എഴുതാം? ടി ആൽഫ ബൈ 2, ദാറ്റ്സ് ഈക്വൽ ടു 1.96. ഹിയർ calculated value is less than the table value. Calculated value is less than the table value, less than the table value. Less than ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? Hence we accept H naught. Hence we accept H naught. That is, എന്താ H naught accept ചെയ്യാന്ന് വെച്ചാൽ H naught എന്തായിരുന്നു? mu equal to 7 എന്നായിരുന്നു നമ്മൾ H naught പറഞ്ഞിരുന്നത് അല്ലേ? mu equal to 7. That means our population mean equal to 7 or population mean equal to 7. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. കൺക്ലൂഷൻ ഒക്കെ മസ്റ്റ് ആണ്. population mean is 7. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം ടേക്ക് കെയർ ചെയ്യേണ്ടത് എന്താണ്? സിഗ്മ നോൺ ആണോ അൺനോൺ ആണോ നോക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് observations come from a normal population, 47, 49, 63, 53. Test whether the mean of the distribution is 55. Test whether the mean of the distribution is 55. അപ്പോൾ H naught എന്തായിരിക്കും നമ്മൾ കൊടുക്കുക? ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ 55 ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. H naught എന്താ? mu equal to 55. H1 ലാർജർ ആണോ ലെസ് ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? നോട്ട് ഈക്വൽ ടു 55. നെക്സ്റ്റ്, നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ എല്ലാം എഴുതാം. നമുക്ക് തന്നിരിക്കുന്നത് ആകെപ്പാടെ 4 ഡേറ്റാസേ തന്നിട്ടുള്ളൂ. N4 ആണെന്ന് നമുക്കറിയാം. നമ്മൾ യൂസ് ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ അൺനോൺ ആണ്. അതേപോലെ അതായത് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അൺനോൺ ആണ്. എക്സ് ബാർ ഇല്ല, മ്യൂ നമുക്കുണ്ട്. നമുക്ക് സിഗ്മ അൺനോൺ ആണെങ്കിൽ സ്മോൾ സാമ്പിൾ ടെസ്റ്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക് ഏതാണ്? എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡ് ബൈ എസ് ബൈ √n-1 follows T distribution with n-1 degrees of freedom. ഓക്കെ, അപ്പോൾ ടി ടേബിൾ എന്ന് വേണം നമ്മൾ വാല്യൂ എടുക്കാൻ. എക്സ് ബാർ നമുക്കില്ല, എക്സ് ബാർ ഫൈൻഡ് ഔട്ട് ചെയ്യണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം, എൻ നമുക്കുണ്ട്. നമുക്കുള്ള ഡേറ്റാസ് എന്തൊക്കെയാണ്? 47, then 49, 63 and 53. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സ് ബാർ എന്ത് വരും? എക്സ് ബാർ ഈക്വൽ ടു സമ്മേഷൻ എക്സ് ബൈ എൻ, ദാറ്റ്സ് ഈക്വൽ ടു 47 plus 49 plus 63 plus 53 by 4. This is equal to, I think it's 53. 53 ആണ് ഇതിൻ്റെ ആൻസർ എന്ന് തോന്നുന്നു. എക്സ് ബാർ. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം.
എക്സ് ബാറിൻ്റെ ഇക്വേഷൻ ഇത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എനിക്ക് തോന്നുന്നു നമ്മൾ വേറെ എവിടെ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ എസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓർ എസ് ഇക്വേഷൻ വരിക റൂട്ട് ഓഫ് 1/n summation xi സ്ക്വയർ. ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ, മൈനസ് എക്സ് ബാർ സ്ക്വയർ. അപ്പോൾ റൂട്ട് ഫുൾ ഉണ്ട്. ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. ഓൾട്ടർനേറ്റീവ് ഇക്വേഷൻ ഉണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാം. 1/n summation xi മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ റൂട്ട് ഓഫ്. ഈ ഇക്വേഷൻ ഉണ്ട്, പക്ഷേ ഇത് യൂസ് ചെയ്താൽ ഇച്ചിരൂടെ ഈസി ആയിട്ട് പ്രോബ്ലം തീർക്കാം. അപ്പോൾ സമേഷൻ എക്സ് ഐ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് എക്സ് ഐ സ്ക്വയർ എടുക്കുക, എക്സ് വാല്യൂവിന് സ്ക്വയർ എടുക്കുക, അതിൻ്റെ സം എടുക്കാം. 47 സ്ക്വയർ പ്ലസ് 49 സ്ക്വയർ പ്ലസ് 63 സ്ക്വയർ പ്ലസ് 53 സ്ക്വയർ. ഓക്കെ, ദിസ് ഇസ് ഡിവൈഡഡ് ബൈ സമേഷൻ എക്സ് ഐ ബൈ എൻ എന്നാണല്ലോ നമ്മൾ പറഞ്ഞിരുന്നത്. സെക്കൻഡ് ഓക്കെ, സമേഷൻ എക്സ് ഐ ബൈ എൻ. അപ്പം ബൈ എന്നോടെ ഞാൻ ഇതിൻ്റെ കൂടെ അങ്ങ് ചെയ്തു പോവാണ്. ദിസ് ഇസ് ബൈ എൻ. അങ്ങനെയാണെങ്കിൽ ഡിവൈഡഡ് ബൈ 4. ഇത് ഓൾമോസ്റ്റ് 2847 കിട്ടും. അപ്പോൾ നമുക്ക് സമേഷൻ എക്സ് ഐ ബൈ എൻ കിട്ടിയല്ലോ 2847. അങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തൊരും റൂട്ട് ഓഫ് സമേഷൻ എക്സ് ഐ ബൈ എൻ ഓർ 1/n ഇൻറ്റു സമേഷൻ എക്സ് ഐ സ്ക്വയർ. സമേഷൻ എക്സ് ഐ സ്ക്വയർ ബൈ എൻ ആയിരുന്നേ. അപ്പോൾ എന്തൊരും 2847 മൈനസ് എക്സ് ബാർ നമ്മളിപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്തല്ലോ 53 സ്ക്വയർ. ഇത് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം എന്തായിരിക്കും ആൻസർ എന്ന്. ഓൾമോസ്റ്റ് 6.16 ആണ്. റൂട്ട് കൂടെ എടുത്തു കഴിഞ്ഞ് ഫൈനൽ ആൻസർ കിട്ടേണ്ടത്. ക്രോസ് ചെക്ക് ചെയ്യുക, ഒന്ന് കാൽക്കുലേഷൻ ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ ടി വാല്യൂ എന്ത് വരും? ടി ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ എസ് ബൈ റൂട്ട് എൻ മൈനസ് 1 എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. നിങ്ങളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ എടുക്കേണ്ടത് ടി ടേബിളിൽ നിന്നാണ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈനൽ ആൻസർ കാൽക്കുലേറ്റ് ചെയ്യട്ടോ. ഞാനിപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ഫൈനൽ ആൻസർ എന്താണെന്ന് വെച്ചാൽ എക്സ് ബാർ നമുക്കുണ്ട് 53 മൈനസ് മ്യൂ എന്താ നമ്മൾ പറഞ്ഞത് 55. അപ്പോൾ നെഗറ്റീവ് വരാനുള്ള ചാൻസ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. എസ് ബൈ എസ് എന്ന് പറയുന്നത് 6.16 ബൈ റൂട്ട് 3 ചെയ്ത് നോക്കാം. ടി ടേബിൾ എടുക്കുക. ടി ടേബിൾ എടുക്കുമ്പോൾ ആൽഫ തന്നിട്ടില്ല, സോ ഞാൻ വീണ്ടും 5% തന്നെ കൺസിഡർ ചെയ്യുകയാണ്. ഇവിടെ വരുമ്പോഴും 2 tail ടെസ്റ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് കാരണം നോട്ട് ഈക്വൽ ടു ആണ് എടുത്തേക്കുന്നത്. ടി ടേബിൾ n ലാർജ് ആകുമ്പം എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നോർമൽ ഡിസ്ട്രിബ്യൂഷനിലോട്ടൊക്കെ പോകും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഏകദേശം ചെയ്യുന്ന മെത്തേഡൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ടി ടേബിൾ എടുക്കാം. ടി ടേബിളിൽ 2 tail ടെസ്റ്റ് 5% എന്ന് പറയുന്നത് ഇതല്ല നമ്മുടെ ടി ടേബിൾ. അപ്പം നമുക്ക് ഇവിടെ ടി ടേബിൾ ഫിഗറിൻ്റെ താഴെ നമുക്ക് തന്നിട്ടുണ്ട് for 1 tail test significance level alpha given in the brackets in second line. അപ്പോൾ ബ്രാക്കറ്റ്സ് സെക്കൻഡ് ലൈനിൽ തന്നേക്കുന്നതാണ് 2 tail ടെസ്റ്റിൻ്റെ 1 tail ടെസ്റ്റിൻ്റെ വാല്യൂ. 2 tail ടെസ്റ്റിന് എടുക്കേണ്ടത് ബോൾഡ് ലെറ്റേഴ്സ്. അപ്പോൾ ബോൾഡ് ലെറ്റേഴ്സിലെ 0.5 എവിടെയാണെന്ന് നോക്കി 0.05. 5% എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു 0.05 ആക്കുന്നു. 0.05ഉം n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണ് വരിക? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈക്വൽ ടു n-1 ഈക്വൽ ടു 3. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3ഉം അതേപോലെ 0.05ഉം ഇതല്ലേ കോയിൻസൈഡ് ചെയ്യുന്ന വാല്യൂ. ബോൾഡ് ലെറ്റേഴ്സിലെ 2 tail ആകുമ്പോൾ ബോൾഡ് ലെറ്റേഴ്സ് എടുക്കണമെന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. 3.18. അപ്പം ഇനി ടേബിൾ വാല്യൂ മൊത്തം നമുക്ക് 1 2 3 4 ലെറ്റേഴ്സ് ഉള്ളു അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ടേബിൾ വാല്യൂ ആയിട്ട് കമ്പാരിസൺ നടത്തുക. ഇനി നിങ്ങൾക്ക് നെഗറ്റീവ് വാല്യൂസ് ആണ് കിട്ടുന്നതെന്ന് വെക്കുക. നെഗറ്റീവ് വാല്യൂസ് ആണെങ്കിൽ ഈ ടേബിൾ വാല്യൂ ഫ്രണ്ടിലോ നെഗറ്റീവ് ഇട്ടാൽ അതില്ല, രണ്ടിലും നെഗറ്റീവ് കൺസിഡർ ചെയ്യാതെ ക്രോസ് ചെക്ക് ചെയ്യുക. സപ്പോസ് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് സൈഡിലാണ് ടി വാല്യൂ കിട്ടിയിരിക്കുന്നത് വെക്കുക. 2.7 ആണെന്ന് വെക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, 3.18 നെഗറ്റീവ് സൈഡിൽ -3.18 ചെക്ക് ചെയ്യുക. മൈനസ് എന്നിട്ട് ഇത് അക്സെപ്റ്റൻസ് റീജിയനിലാണോ റിജക്ഷൻ റീജിയനിലാണോ നോക്കുക. ഇല്ലെങ്കിൽ ഒന്നിനും മോഡുലസ് നെഗറ്റീവ് ഇല്ലാണ്ട് 3.18 പോസിറ്റീവ് ടേബിൾ വാല്യൂം പോസിറ്റീവ് ആയിട്ടൊന്ന്
കമ്പയർ ചെയ്ത് നോക്കുക, അക്സെപ്റ്റൻസ് റീജിയനിലാണോ റിജക്ഷൻ റീജിയനിലാണോ. ഓക്കെ, അപ്പോൾ ഇത് പ്രോബ്ലം ഒന്ന് കംപ്ലീറ്റ് ആക്കുക. ദെൻ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഓക്കെ, പിന്നെ ടി ഡിസ്ട്രിബ്യൂഷൻ്റെ കുറച്ച് അസംഷൻസ് ഉണ്ട്. ടി ഡിസ്ട്രിബ്യൂഷൻ്റെ അസംഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ ടേബിളിൽ നിന്നായിരിക്കണം ഫസ്റ്റ് അസംഷൻ വരിക. നമ്മുടെ ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് അസംഷൻസ് ഫോർ ടി ഡിസ്ട്രിബ്യൂഷൻ, അസംഷൻസ് ഫോർ ടി ടെസ്റ്റ്. ടി ടെസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ അല്ല, ടി ടെസ്റ്റ് ആയിരുന്നു കേട്ടോ. ഓക്കെ, ടി ടെസ്റ്റിനെ പറ്റിയിട്ടാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് പേരന്റ് പോപ്പുലേഷൻ ഫ്രം വിച്ച് ദ സാമ്പിൾ ഇസ് ഡ്രോൺ ഇസ് നോർമൽ. പേരന്റ് പോപ്പുലേഷൻ നോർമൽ ആയിരിക്കണം. നോർമൽ സാമ്പിളിൽ നിന്ന് എടുത്ത്, നോർമൽ പോപ്പുലേഷനിൽ നിന്ന് മാത്രമേ സാമ്പിൾ എടുത്ത് സ്റ്റഡി നടത്താൻ പാടുള്ളൂ. ഓക്കെ, പേരന്റ് പോപ്പുലേഷൻ from which the sample drawn is normal. Sample drawn is normal. ഇതാണ് ഫസ്റ്റ് അസംഷൻ വേ ഉള്ളത്. പിന്നെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് സാമ്പിൾ ഒബ്സർവേഷൻസ് ആർ ഇൻഡിപെൻഡന്റ്. ടേംസ് എല്ലാം ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ സാമ്പിളിൽ എടുത്തേക്കുന്ന വാല്യൂസ് എല്ലാം ഡേറ്റാസ് എല്ലാം ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. സാമ്പിൾ ഒബ്സർവേഷൻസ് ആർ ഇൻഡിപെൻഡന്റ്. പിന്നെ നമുക്കുള്ള ഒരു കണ്ടീഷൻ എന്താണ്, നമ്മൾ എപ്പോഴായിരുന്നു ടി ടേബിൾ അല്ലെങ്കിൽ ഈ ടി ടേബിൾ യൂസ് ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ ഓപ്ഷൻ എസ് ബൈ റൂട്ട് n - 1 എന്ന് പറയുന്ന ഡിനോമിനേറ്റർ വരുന്ന ഇക്വേഷൻ യൂസ് ചെയ്യുക. സിഗ്മ അൺനോൺ ആയിരിക്കണം. സിഗ്മ എന്തായിരുന്നു? പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഇസ് അൺനോൺ. സിഗ്മ അൺനോൺ ആയാൽ മാത്രമേ ടി ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് വൺ, സാമ്പിൾ സൈസ് സ്മോൾ ആയിരിക്കണം. സാമ്പിൾ സൈസ് ഈസ് സ്മോൾ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് അസംഷൻസ് വരിക. നമുക്കറിയാവുന്നതാണ് നോർമൽ പോപ്പുലേഷനുകളിലായിരിക്കണം, ഒബ്സർവേഷൻസ് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അൺനോൺ ആയിരിക്കണം, സാമ്പിൾ സൈസ് സ്മോൾ ആയിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇതൊന്ന് ടേക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.